അല്ല, ഇപ്പൊ ധൃതി പിടിച്ച് ചോദിക്കാന്ന് വിചാരിക്കരുത്. US-ലേക്കുള്ള കാര്യം എന്ത് തീരുമാനിച്ചു ജോബിൻ? അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ വർക്ക് കൂടി ശരിയാക്കാനുണ്ട്. എന്തായാലും കുറച്ച് സമയം കൂടി എടുക്കുമെന്നാ തോന്നുന്നത്. മാളൂനുള്ള വിസയ്ക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മാളൂവിനെ ഒപ്പം കൂട്ടാന്നാ ഞാൻ കരുതിയത്. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ? അവൾക്ക് വരാൻ താല്പര്യമില്ലേ? മാളൂവിന് താല്പര്യക്കുറവൊന്നുമില്ല. എന്നാലും ആദ്യത്തെ ട്രിപ്പിൽ അത് നടക്കുന്ന കാര്യം സംശയം. തന്നെയല്ല, ഇവിടെ മമ്മിയെ തനിച്ചാക്കാനും പറ്റില്ലല്ലോ. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. അതിന്റെ പേരിൽ അവളെ കൊണ്ടുപോകാതിരിക്കുകയും വേണ്ട. ഞാൻ ഫൈനലായിട്ടൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. എല്ലാം എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടേ തീരുമാനം എടുക്കൂ. അത് മതി. എല്ലാം നന്നായി ആലോചിച്ചും പ്ലാൻ ചെയ്തു മതി ഒരു തീരുമാനത്തിലെത്താൻ. അങ്കിൾ, എനിക്ക് 1-2 ഫോൺ കോൾസ് വരാനുണ്ട്. തന്നെയല്ല, ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങോട്ട് ഇരിക്കുക, മാളു ഇപ്പോൾ വരും. ആ ശരി, എന്നങ്ങനെ ആയിക്കോട്ടെ. മാളുവിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഉടനെ തന്നെ ഇറങ്ങും. അതിനെന്താ? അങ്ങോട്ട് വരുന്ന കാര്യം ജോബിനോട് പറയാൻ വിട്ടുപോയി. അത് സാരല്ല മുരളി. അല്ലെങ്കിലും ഇന്ന് വൈകിട്ട് അവരങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. മുരളി ചായ കുടിക്കേ, മാളു ഇപ്പൊ വരും. താൻ ഫ്രഷായോ? അങ്കിള് വന്നിട്ടുണ്ട് കാണാൻ. തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ, പോയി കാണുന്നില്ലേ? പിന്നൊരു കാര്യം, വന്നപ്പോ മുതല് മമ്മി നമ്മുടെ ഈ മൂഡ് ഓഫ് ശ്രദ്ധിക്കുന്നുണ്ട്. യാത്രാക്ഷീണം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടും മമ്മി അത് കാര്യമായിട്ട് വിശ്വസിച്ച മട്ടൊന്നുമില്ല. റെസ്റ്റ് എടുത്ത് ഫ്രഷായി കഴിഞ്ഞിട്ടും ഇതേ മൂഡിൽ അങ്ങോട്ട് പോയാ മമ്മിയുടെ സംശയം കൂടുകയുള്ളൂ. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ ഡോക്ടർ പറയുന്നത്? ആന്റിയുടെ അച്ഛന്റെ മുന്നിൽ ഞാൻ മനഃപൂർവ്വം ചിരിച്ചു കളിച്ചു നിൽക്കണോ? ചിരിച്ചു കളിച്ച് നിൽക്കണോ, തുള്ളിച്ചാടി നിൽക്കണോ എന്നൊക്കെ താൻ അങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മുടെ ഫ്രസ്ട്രേഷൻ വെറുതെ അവരെ കൂടി അറിയിക്കേണ്ടതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോ എന്റെ കാര്യത്തില് ഡോക്ടർ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആണ് അല്ലേ? എന്താ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊരു മറുപടി താ പ്ലീസ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ സംസാരിക്കേണ്ട വിഷയമാണ്. മാള് പോയി ആദ്യം അങ്കിളിനെ കണ്ടിട്ട് വാ. അച്ഛൻ വന്നിട്ട് കുറച്ചു നേരമായോ? ഏയ് ഇല്ല, ഒരു 10 മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഇറങ്ങിയേക്കാന്ന് കരുതിയതാ. അപ്പോഴേക്കും ടീച്ചർ ജോബിനെ ഞാൻ വന്നാരെ അറിയിച്ചു കഴിഞ്ഞു. മോളെയും മരുമോനെയും കാണാൻ ഇരിപ്പുറയ്ക്കാതെ ഓടി വന്നിട്ട് കാണാതെ പോയ സങ്കടമാവുമല്ലോ എന്ന് കരുതി. ഞാൻ വെറുതെ ഒന്നേ ഉള്ളൂ. ശരിക്കും നിന്നെ കാണാഞ്ഞിട്ട് ഇരിപ്പുറയ്ക്കാതിരിക്കുന്നത് മുത്തശ്ശിക്ക. അല്ല, നിന്റെ ഫോണിന് എന്ത് പറ്റി മാളു? ഞാനും മുത്തശ്ശിയും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കംപ്ലൈന്റ് ആച്ച. എന്നിട്ട് പുതിയതൊരെണ്ണം വാങ്ങാതെയാ 2 പേരും കൂടി അവിടുന്ന് ഇങ്ങോട്ട് പോന്നത്. ഞാൻ ചോദിച്ചപ്പോ പഴയത് നന്നാക്കിയെടുക്കാന്നാ പറയുന്നത്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ. ഞാനും ഉടനെ ഇറങ്ങും. ഒരു ക്ലയന്റിനെ കാണാനുണ്ട്. അശ്വതിയോട് ഞാൻ വിളിക്കാന്ന് പറയും. ശരി. മോൾ ഇവിടെ ഇരിക്കേ. ടീച്ചർ പറഞ്ഞത് ശരിയാ, 2 പേർക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തു പറ്റി മോളെ? മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല അച്ഛാ, യാത്രയുടേതാവും. എനിക്കും തോന്നി.
അല്ല, US ജോലിക്കാര്യത്തെപ്പറ്റി ജോബിൻ മോളോട് എന്തിനു സൂചിപ്പിച്ചോ? ഉടനെ പോവേണ്ടി വരുന്നു പറഞ്ഞിരുന്നു. പിന്നെ അതേപ്പറ്റി കാര്യമായ ഡിസ്കഷൻ ഒന്നും ഉണ്ടായില്ല. നിന്നെ കൂടി കൊണ്ടുപോകുന്നായിരുന്നല്ലോ ജോബിൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ സംസാരിച്ചപ്പോ അതിനെന്തൊക്കെയോ കൺഫ്യൂഷൻ ഉള്ള പോലെ തോന്നുന്നു. മോളോട് അതേപ്പറ്റി വല്ലതും സൂചിപ്പിച്ചിരുന്നോ? ഇല്ല, അതേപ്പറ്റിയൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. അതെന്താ നീ ഇതേക്കുറിച്ച് ജോബിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാത്തത്? ഞാൻ അറിയേണ്ട കാര്യമാണെങ്കിൽ എന്നോട് കൂടി പറയുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചിലപ്പോ ഒരു കൺഫർമേഷൻ ആയിട്ട് പറയാന്ന് കരുതിയിട്ടുണ്ടാവും ജോബിൻ. പിന്നെ അപ്പു വിളിക്കാറുണ്ടോ നിന്നെ? ബിപിയുടെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ അല്ലേ? ഡോക്ടർ പറഞ്ഞു അപ്പൂനെ ആന്റിയും ഇടയ്ക്ക് വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ചിലപ്പോ നാളെയോ മറ്റോ അവിടെ പോയി അങ്കിളിനെ കാണുമായിരിക്കും. അപ്പുവിന്റെ കാര്യത്തിൽ വേറെയും ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ പറയാം. അല്ല, വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് വരില്ലേ? അമ്മയും മുത്തശ്ശിയൊക്കെ അവിടെ കാത്തിരിക്കുക. ഡോക്ടർ എന്ത് പറഞ്ഞു അച്ഛനോട്? ജോബിൻ എന്തോ തിരക്കിലായിരുന്നു. അത് കാരണം ആ കാര്യം സൂചിപ്പിക്കാൻ ഞാനങ്ങ് വിട്ടുപോയി. ടീച്ചർ പറഞ്ഞു നിങ്ങളങ്ങോട്ട് വരാതിരിക്കുകയാണെന്ന്. എങ്കിൽ വരുമായിരിക്കും. എന്തായാലും നിങ്ങൾ വൈകിട്ട് വരാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല. ശരി, ടീച്ചറോടും ജോബിനോടും പറഞ്ഞേര്. ഹലോ ഡേസി. ഗീത, എവിടെയാ? വീട്ടിലാണോ അതോ തിരിച്ചു പോയോ? ഇല്ല ഡേസി, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ബിപിയുടെ അടുത്തേക്ക് ചെന്നാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞത്. അതെയോ? അപ്പോ ആൾക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നല്ലോ. ഗീതയെ കാണാതെ അവിടെ നിൽക്കാൻ വിജയ് ശ്രമിക്കുന്നുണ്ടല്ലോ. ഇപ്പോ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് തന്നെയാ ഡോക്ടറും പറയുന്നത്. അത് ഞാനേ രാവിലെ കുറച്ച് ബിസി ആയിപ്പോയി ഗീത. അതാ രാവിലെ വിളിക്കാൻ സമയം കിട്ടാത്തത്. ജോബിനും ആളും എത്തിയിട്ടുണ്ട്. ഇന്നെത്തുമെന്ന് ഡേസി നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്തു പറയുന്നു രണ്ടുപേരും? സുഖായിരിക്കുന്നില്ലേ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 2 പേർക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. ഇനിയിപ്പോ അടുത്ത യാത്രയ്ക്കുള്ള സമയമായല്ലോ. US ഉടനെ ഉണ്ടോ 2 പേരുടെയും പോക്ക്? അധികം വൈകാതെ പോണോന്ന് ജോബിൻ പറയുന്നത് കേട്ടു. ചിലപ്പോ തനിച്ചാവും പോകുന്നതെന്നും പറയുന്നു. എന്താ ഏതാന്നൊക്കെ 2-3 ദിവസത്തിനകെ കൃത്യമായിട്ട് പറയാൻ പറ്റൂ ഗീത. ഇനിയിപ്പോ കുട്ടികൾ അങ്ങ് പോയി കഴിഞ്ഞാ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. ജോബിൻ പറയുന്നത് അടുത്ത വിസിറ്റിങ്ങിന് എന്നെയും കൂടെ കൊണ്ടുപോകുന്ന. ആഹാ, അത് നല്ല കാര്യമാണല്ലോ. ഓ, എനിക്കതിലൊന്നും യാതൊരു താല്പര്യമില്ല ഗീത. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോ നാട്ടിലേക്ക് പോവും. അവിടെയാവുമ്പോ സ്വന്തം വീട്ടിൽ കഴിയാലോ. ഇവിടെ എനിക്ക് മാത്രമായിട്ട് എന്തിനാ ഒരു വാടക വീട്? ജോബിനും ആളും പോകുന്നവരെ ഡേസി നല്ല ബിസി ആയിരിക്കും അല്ലേ? ഓ, എന്ത് ബിസി? പിള്ളേരുടെ കാര്യം അവര് നോക്കിക്കൊള്ളും. അതെ, അപ്പുന്റെ കാര്യം ഉദ്ദേശിച്ച ഗീത അങ്ങനെ ചോദിച്ചതെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. അപ്പുന്റെ കാര്യം ഞാൻ ഏറ്റതല്ലേ. ഇനി എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അപ്പുന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്ത അന്ന് മുതൽ ഞാൻ അപ്പുവിനോടൊപ്പം ആയിരിക്കും. അതുകൊണ്ട് ഗീത ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. ശരി ഡേസി, എന്തായാലും ആദ്യം ജോബിന്റെ മാളുവിന്റെ വിസ എന്ന് വരെന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് സർജറിയുടെ ഡേറ്റിനെ കുറിച്ച് തീരുമാനിക്കാം. ആ, അപ്പു ഇല്ലേ ഗീത അവിടെ? അപ്പു പുറത്തോട്ട് പോയിരിക്കുക. വരുമ്പോൾ ഞാൻ ഡേസിയെ വിളിക്കാൻ പറയാം. ശരി ഡേസി,
ബൈ. ശരി, ബൈ. ആതിര, ആതിര, ഞാൻ ഇറങ്ങാണേ. ആതിര, സോറി, ഞാൻ കരുതി ആതിര ഇവിടെ ഉണ്ടാവുന്നു. ആതിര അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയുടെ അടുത്ത് പോയിരിക്കുക. ആ, മുത്തമ്മയുടെ വീട്ടില്. അവളുടെ ഇവിടുത്തെ ഒരു സഹായിയാണ് കക്ഷി. താനും അമ്മാവനൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് ഗംഭീരമാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവള്. നന്ദേട്ടൻ ആഴ്ചയിൽ 1-2 തവണ ഇവിടെ വരാറുള്ളൂ എന്ന് ആതിര പറഞ്ഞു. ആ, ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ടൗണിൽ ഒരു റൂം എടുത്തിട്ടുണ്ട്. വക്കീൽ പണി കഴിഞ്ഞ് അല്പസ്വല്പം സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ ലേറ്റ് ആവും. അത്രയും ദിവസം ആതിര ഇവിടെ തനിച്ച് നിൽക്കോ? ആ, ഞാനില്ലാത്ത ദിവസം അടുത്ത വീട്ടിൽ ആ സ്ത്രീയാണ് ഇവിടെ അവൾക്ക് കൂട്ടു നിൽക്കുന്നത്. നെല്ലയുടെ പ്രശ്നങ്ങളൊക്കെ ശേഖരമാമൻ എന്നോട് പറഞ്ഞിരുന്നു. നന്ദേട്ടനോട് ഒന്നും പറയണ്ടെന്ന് അച്ഛനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ. പക്ഷേ തീരെ ഗതിമുട്ടിയപ്പോ അതല്ലാതെ വേറെ മാർഗമില്ലെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. ഒരിക്കൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ആട്ടിപ്പായിച്ച ആളോട് തന്നെ ഒടുവിൽ സഹായത്തിന് ഇരക്കേണ്ടി വന്നില്ലേ? ഒന്നുമില്ലെങ്കിലും അച്ഛനെ കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. അതിന് നന്ദേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറച്ചിലൊന്നും വേണ്ടെന്നില്ല. മാമനായിട്ട് ഇതൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ സഹായിക്കുമായിരുന്നു. അയാൾ നിളയെ ഒരുപാട് ഉപദ്രവിച്ചോ? ശീലമായി കഴിഞ്ഞ പിന്നെ ഒരുപാടോ കുറവോ ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ബന്ധം ഒഴിയാൻ കേസ് കൊടുക്കുന്നതിനെ പറ്റി മാമൻ സൂചിപ്പിച്ചിരുന്നു. അന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കാനാണ് ഞാൻ ഉപദേശിച്ചത്. ഇന്നാണ് കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത്. ഈ നിലയിൽ അയാളുമായി ഇനി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. എന്താ നിളയുടെ അഭിപ്രായം? മനസ്സുകൊണ്ട് ആ ബന്ധം എന്നെ ഉപേക്ഷിച്ചതാ ഞാൻ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അയാൾ എന്നോട് തമാശ മട്ടി പറഞ്ഞു, എച്ചിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണൻ ഇല വെട്ടിയതെന്ന്. അതിന്റെ പ്രയോജനം തനിക്കുണ്ടാവണമെന്ന്. അന്നേ തീർന്നു ആ മനുഷ്യനോടുള്ള സ്നേഹവും മതിപ്പും ഒക്കെ. അതൊരു തുടക്കം മാത്രമായിരുന്നു എന്ന് പിന്നീടാ മനസ്സിലായത്. അയാളോടൊപ്പം വീട്ടിൽ വരുന്ന വലിയ വലിയ ഓഫീസറൊക്കെ കാണുമ്പോ എനിക്ക് പേടിയായി തുടങ്ങി. കാശോ സൗകര്യങ്ങളോ കിട്ടുന്ന കാര്യമാണെന്ന് അറിഞ്ഞ അയാൾ എന്നോട് പോലും ചിലപ്പോ എല്ലാം ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷേ സ്വന്തം വീട്ടിൽ പോലും ഞാൻ എന്നൊരു ജന്മം അവിടെ ഉണ്ടെന്ന് കണക്കാക്കാതെ അയാൾ മറ്റു സ്ത്രീകളെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. മക്കളുണ്ടാകാത്തത് കല്യാണത്തിന് മുമ്പ് തുടർച്ചയായി ഞാൻ ആഘോഷം നടത്തിയത് കൊണ്ടാണെന്ന് പറയുന്ന ഒരു മനുഷ്യനോട് എങ്ങനെയാ ഇനിയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക? സോറി, അയാൾ ഇത്രയ്ക്കൊക്കെ അധമനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വേണ്ട, നിളയിനെ അയാളുമായിട്ട് ഒരു കോംപ്രമൈസിനും പോണ്ട. ഇപ്പൊ അയാൾ പറയുന്നത് എന്റെ പേരിലുള്ള പ്രോപ്പർട്ടി അയാളുടെ പേരിൽ എഴുതിയോ വിറ്റോ കൊടുക്കുകയാണെങ്കിൽ ബന്ധം ഒഴിഞ്ഞു തരാൻ തയ്യാറാണെന്ന്. ചില്ലി കാശ് കൊടുക്കാതെ അയാളെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയാളുടെ ജോലി ഞാൻ കളയിക്കാം. ആ വകുപ്പൊക്കെ എന്താണെന്ന് അയാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും പഴച്ചോട്ടെ. ഈ ശല്യം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി. നിള വിഷമിക്കണ്ട, നമുക്ക് വേണ്ടത് ഉടനെ ചെയ്യാം. ശേഖരമാമനായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ഇറങ്ങാം. നന്ദേട്ടാ, എന്താ നിള? അച്ഛൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോവാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അത് വേണ്ടെന്ന് നന്ദേട്ടൻ തന്നെ അച്ഛനോടൊന്ന് പറയണം. അതെന്താ? നിളയ്ക്ക് ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറയ്, എന്തെങ്കിലും അസൗകര്യമുണ്ടോ?
ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എനിക്കറിയാം നന്ദേട്ടനും ആദരിക്കൊന്നും അത് ഉൾക്കൊള്ളാനാവില്ല എന്ന്. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. നിള ഇവിടെ കുറച്ചു ദിവസം തങ്ങുന്നതിൽ എനിക്കോ ആദരിക്കോ ഒരു ഇഷ്ടക്കേടുമില്ല. അത് മാത്രമല്ല, കേട്ടിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടുന്ന് നിളയൊന്ന് മാറി നിൽക്കുന്നതന്നെ നല്ലത്. സമാധാനമായിട്ടിരിക്കെ, എല്ലാം നമുക്ക് ശരിയാക്കാവുന്നേ. ഞാൻ പോയിട്ട് വരാം. നീ ഇറങ്ങാണോ എന്താ? ആ, ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? അത് പോരെ മാമ. ഊണ് കഴിക്കാൻ തന്നാലേ ലേറ്റാവും. അവിടെ ചെന്നിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. നീ നിളയുമായിട്ട് സംസാരിച്ചോ? ഉവ്വ്, നിളയോട് ഇവിടെ കുറച്ചു ദിവസം നിന്നോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നീ തന്നെ പറഞ്ഞത് നന്നായി. ഞാൻ പറഞ്ഞ അവക്കത് വിശ്വാസമാവില്ല. ഏട്ടൻ ഇറങ്ങിയോ? 10 മിനിറ്റ് നിക്ക്, ഊണിപ്പ റെഡിയാവും. ഒരു മോര് കറി കൂടി ഉണ്ടാക്കേണ്ട താമസമേ ഉള്ളൂ. ആ വേണ്ട മോളെ, ഞാൻ ഇറങ്ങാം. നിന്റെ മോര് കറി കൂട്ടി ഉണ്ടാൻ നിന്നാലേ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും മജിസ്ട്രേറ്റ് കേസ് വിളിച്ചിട്ട് അയാളുടെ പാട്ടിന് പോകും. ഇനി എന്നാ ഏട്ടൻ വരാ? ഞാൻ 2 ദിവസത്തിനകം വരാം മോളെ. എന്നാ പിന്നെ അതുവരെ ഞാൻ ഇവിടെ നിൽക്കാം. കുട്ടിയോട് തനിച്ചല്ലേ ഉള്ളൂ. മാമന്റെ ഇഷ്ടം. എന്നാ ഞാൻ ഇറങ്ങാം. ടീച്ചറെ, എന്താ ടീച്ചർ? വെറുതെ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വന്നപ്പോ മെഡിറ്റേഷനിലാണെന്ന് മനസ്സിലായി. എങ്കി ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി തിരിച്ചു പോവായിരുന്നു. രാവിലെ യോഗ കഴിഞ്ഞ് കുറച്ചു നേരം മെഡിറ്റേഷൻ കൂടി ആവാന്ന് കരുതി. മുൻപ് ഞാനിത് കൃത്യമായി ചെയ്യുമായിരുന്നു. ഇടയിൽ എവിടെയോ ബ്രേക്കായി. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം. മനസ്സിന് ഇപ്പോൾ ഒരു ഏകാഗ്രത കിട്ടുന്നുണ്ട്. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രേണുകയുടെ മുഖം കണ്ടിട്ട് പറയാനുള്ളത് എന്തോ നല്ല വാർത്തയാണെന്ന് തോന്നുന്നല്ലോ. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് നല്ലതാവണമെന്നില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, എന്താ പറയാൻ വന്നത്? ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാ. ഇനി പറയേ, സാറിനത് കേട്ടപ്പോ നല്ല വാർത്തയായിട്ടാണോ തോന്നുന്നത്? എന്റെ കാര്യം വിട്ടേക്കും. രേണുകയെ സംബന്ധിച്ച് ഇതൊരു നല്ല വാർത്ത തന്നെയാണല്ലോ. അല്ല, പോവാന്ന് പറഞ്ഞോ ഡോക്ടർ രേണുകയോട്? ഇവിടെ എന്റെ കാര്യത്തിൽ കുറച്ച് കൺസിഡറേഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് എപ്പോ ഇവിടേക്ക് വരണമെന്നും എപ്പോ ഇവിടുന്ന് പോകാമെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോ രേണുക ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്? കൃത്യമായ ഇടവേളകളില്ലാത്ത എന്നാലൊരു സ്ഥിരം സന്ദർശകയാണ് ഞാൻ. ഇറഗുലർലി റെഗുലർ വിസിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് രേണുക. പലപ്പോഴും അത് തന്നോടും ഡോക്ടറോടും ഗീതയോടൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ സാറിന്റെ സംശയം?